ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ രണ്ട് വാല്യൂകൾ ഒരേപോലെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഈക്വൽ എന്ന മെത്തേഡിനൊക്കെ പകരമായിട്ട് നമുക്ക് ബിൽഡിൻ ആയിട്ടുള്ള മെത്തേഡിനൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഒബ്ജക്റ്റ് ഈസ്. അതായത് രണ്ട് വാല്യൂകൾ ഒരേപോലെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂ ഒന്നും ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമുക്കിതിന് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ഈസ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൊടുത്ത കോൺസ്റ്റന്റ് വേരിയബിളിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. റണ്ണ് ചെയ്യിപ്പിക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ഇതൊന്ന് റീലോഡ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ആൻസർ കിട്ടില്ല. ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ കൺസോളിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കാണിച്ചു തരും. ഇവിടെ നമ്മൾ കൊടുത്ത ഈ ഒബ്ജക്റ്റ് എന്ന വാല്യൂ ഇവിടെ ഈക്വൽ അല്ല, അതുകൊണ്ട് ഫാൾസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് എന്നിട്ടതിന് ശേഷം ഇതിന് നമ്മൾ പേര് കൊടുക്കുന്നത് ഒബ്ജക്റ്റ് 1 എന്നാണ്. ഒബ്ജക്റ്റ് 1 ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സെപ്പറേറ്റ് വാല്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രോട്ടോടൈപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്രോട്ടോടൈപ്പ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു കോളൻ അതിൻ്റെ വാല്യൂ എന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. 56 ആണ് ഞാൻ ഇതിൻ്റെ വാല്യൂ ചേർത്ത് കൊടുത്തത്. ഇനി ഇവിടെ വന്ന് നമുക്ക് ഇവിടെ വന്ന് കൺസോൾ ചേർത്ത് കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ചേർത്തു ഒബ്ജക്റ്റ് ഡോട്ട് ഈസ്. അതിനുശേഷം നമ്മൾ ആ കൊടുത്ത ഒബ്ജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. ഒബ്ജക്റ്റ് 1. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി ഇവിടെ വന്ന് വീണ്ടും ഒബ്ജക്റ്റ് ഡോട്ട് സീൽ എന്നൊരു മെത്തേഡ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് നമുക്ക് വീണ്ടും ഇവിടെ ചേർത്ത് കൊടുത്തു. ഒബ്ജക്റ്റ് എന്നാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോക്ക് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഈ സീൽഡ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ നമുക്ക് 2 എണ്ണമാണ് കൺസോളിലായിട്ട് പ്രിന്റ് ചെയ്യേണ്ടത്. ഈ സി ചെറിയ അക്ഷരമാണ് കൊടുക്കേണ്ടത്. കൺസോളിലായിട്ട് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒന്നാമത്തേത് നമുക്ക് ഫാൾസും രണ്ടാമത്തേത് നമുക്ക് ട്രൂ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഒന്നാമത്തേത് നമുക്ക് ഫാൾസ് ആയിട്ടും അതേപോലെ തന്നെ രണ്ടാമത്തേത് നമുക്കിവിടെ ട്രൂ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഒരു കോൺസ്റ്റ് വേരിയബിൾ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ നമ്മളൊരു കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ പേര് നമ്മൾ ഒബ്ജക്റ്റ് 1 എന്ന് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒബ്ജക്റ്റ് 1. ഓക്കെ, ഇതിന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് ഡോട്ട് ഈസ് എക്സ്റ്റൻഷനബിൾ എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസ് ഇട്ടതിന് ശേഷം എക്സ്റ്റൻഷനബിൾ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒബ്ജക്റ്റിൻ്റെ പേര് ഒബ്ജക്റ്റ് 1 എന്നാണ്. അത് ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇതേ രൂപത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു കൺസോൾ കൂടി ഇവിടെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് ഈസ് എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് 1 എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം
ഇതിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് 1 എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ആദ്യത്തേത് നമുക്ക് ട്രൂവും അതേപോലെ രണ്ടാമത്തേത് നമുക്കിവിടെ വന്ന് ഫാൾസും ആയിട്ടായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.